ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന് ദൂരത്തും ചാരത്തും ഒക്കെയുമായിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഞാനൊരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ കഴിഞ്ഞ 430 വർഷം മിസ്രയീം അടിമത്തത്തിലാണ്. ഫറവോൻ്റെ അടിമത്തത്തിൽ കിടന്ന് കട്ട ചുട്ട് ഉപജീവനം കഴിച്ച് അവിടെ ഉറ്റവരും ഉടയരും ഒക്കെ ഫറവോനി സൈന്യത്താൽ അവരുടെ വാളാൽ മരിച്ചു വീഴുന്ന വലിയ കാഴ്ചകൾ ഇവർ കണ്ടതാണ്. അവർക്കൊരിക്കലും മോചനമില്ല. അടിമത്തത്തിലാണ്, അടിമകളാണ് മിസ്രയീമിൽ ഇസ്രായേൽ. അങ്ങനെ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കിടന്ന് അടിമനുഖത്തിൽ കിടക്കുമ്പോൾ അവരുടെ നിലവിളി എന്ത് ചെയ്തു? യഹോവയായ ദൈവം കേട്ടു, അവരുടെ കണ്ണുനീര് കണ്ടു. ആ സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം മോശയുടെ സഹോദരൻ അയക്കുന്ന അഹരോനെയൊക്കെ മിസ്രയീമിലേക്ക് അയക്കുക. എന്തിനാണ്? ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് മോശയ്ക്കും അഹരോനും ഒക്കെ കൊടുത്തിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത്. അതിൽ പ്രധാനി മോശയ്ക്കാണ് ദൈവ നിയോഗം. മോശയാണ് ദൈവം ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. മോശയ്ക്ക് സഹായിയാണ് അഹരോൻ. ഹല്ലേലൂയ. അഹരോൻ എന്ന് പറയുമ്പോൾ മോശയുടെ ജ്യേഷ്ഠനാണ്. എന്നാലും അവർ മിസ്രയീമിൽ ചെന്ന് നിന്നെ ആരാണ് അയച്ചത്, നീ ആരാണ്, നീ എന്താണെന്നൊക്കെ അവർ ചോദിക്കും, നമ്മളെപ്പോലെ തന്നെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മോശയുടെ നേരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കടന്നു വരുമ്പോൾ മോശ പറയേണ്ട വാക്കുകളാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു കൊടുത്തത്. ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോഴേ ചില സ്ഥലങ്ങളൊക്കെ സുവിശേഷമായിട്ട് കടന്നു ചെല്ലുമ്പോൾ, ദൈവവചനമായിട്ട് കടന്നു വരുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെ ആരാ അയച്ചത്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്, നിങ്ങൾ എന്തിനാണ് വരുന്നത്, നിങ്ങളുടെ ആവശ്യമൊന്നും വിടില്ല എന്നൊക്കെ പറയാറുണ്ട് പലരും. അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇതുപോലെയാ ഇസ്രായേൽ മക്കളുടെ ജീവിതം. പാപത്തിൻ്റെ അധീനതയിലൂടെ അടിമകളാണ്. നിങ്ങളും ആയിരിക്കുന്ന ദേശത്ത് വിവിധ പാപശാപ അടിമത്തത്തിലാണ് ഇന്നും കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ വേണ്ടിയിട്ട് ദൈവമാണ് ഞങ്ങളുടെ അഭിഷക്തന്മാരെ, ദൈവദാസന്മാരെ പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും വില്ലേജുകൾ തോറും ഈ ഉച്ചഭാഷിണിയായിട്ട് അയക്കുന്നത്. എന്തിനാണെന്ന് പറയാമോ? നിങ്ങൾ മിസ്രയീമിൽ കിടന്ന അടിമകളായിരുന്ന ജനത്തെ പോലെ നിങ്ങൾ ഇന്ന് വിവിധ പാപ സ്വഭാവങ്ങൾക്ക് അടിമകളായി കിടക്കുക. നിങ്ങളെ അടിമത്തന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലത്തും കടന്നു വന്ന് ഇങ്ങനെയുള്ള ദൈവവചന പ്രസംഗങ്ങൾ നടത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷയാണ്, നിങ്ങളുടെ മാനസാന്തരമാണ്, നിങ്ങളുടെ വിടുതലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം 430 വർഷം മിസ്രയീമിലെ അടിമകളായി ജീവിച്ച ഇസ്രായേൽ ജനങ്ങളുടെ കൈകളിൽ ഒരായുധവുമില്ലായിരുന്നു. ഹല്ലേലൂയ. ഫറവോനെ അവൻ്റെ യോദ്ധാക്കളെ നേരിടേണ്ട ആവശ്യവും അവർക്ക് വന്നില്ല. അതിനുള്ള ശക്തി അവർക്കില്ലായിരുന്നു. അവർ അടിമകളായിരുന്നു. അവർ നേരിട്ടാൽ അവർ തോറ്റുപോകും. വിഷമത്തോടെ അവർ ജീവിച്ചു. ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നത്. അതേ പ്രിയ സ്നേഹിത, നീ എവിടെയാണ് അടിമയായി ബലഹീനനായി മാറിയത്? എവിടെയാണ് സഹോദരി നീ അടിമയായിരിക്കുന്നത്? നിനക്ക് കഴിവില്ല, പ്രാപ്തിയില്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ നീ പറഞ്ഞ് ഒറ്റയ്ക്ക് നീ തളർന്നിരിക്കുകയാണോ? ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂതാണ്, നീ തനിച്ചല്ല, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. അതുകൊണ്ടാണ് 68-ാം സംഗീതം 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അതെ, നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുമ്പോൾ നിൻ്റെ ശത്രുക്കളെല്ലാം ചിതറിപ്പോകും. ഹല്ലേലൂയ. അപ്പോൾ ഫറവോന് ഏറ്റവും വലിയ സൈന്യമുണ്ടായിരുന്നു. അവനെ ഉപദേശിക്കുവാൻ വളരെയധികം മന്ത്രവാദികളുണ്ടായിരുന്നു. അവനെ എതിർത്ത് നിൽക്കുവാൻ, ചെറുത്ത് നിൽക്കുവാൻ ഇസ്രായേലിന് കഴിയില്ലായിരുന്നു. എങ്കിലും കർത്താവ് അവർക്ക് ജയം നൽകുവാൻ തീരുമാനിച്ചു. ഓക്കെ, ഹല്ലേലൂയ. എന്താണ്? ഫറവോന് ഒരുപാട് സൈന്യമുണ്ട്, മന്ത്രിമാരുണ്ട്, മന്ത്രവാദികളുണ്ട്. ഫറവോനോട് എതിർത്ത് നിൽപ്പാൻ കഴിയത്തില്ല. ഫറവോനോട് എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നവരുടെ തല ഛേദിച്ച് കളയും. അത്രമാത്രം കഠിനമായ ശിക്ഷ മിസ്രയീമിൽ നിൽക്കുമ്പോഴാണ് യുദ്ധമറിയാത്ത, യുദ്ധം ചെയ്യാനറിയാത്ത, ആയുധമെടുത്ത ശീലമില്ലാത്ത, ആയുധം കണ്ട് പരിശീലനമില്ലാത്ത ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ യഹോവയായ ദൈവം എഴുന്നേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പകൽ ഞാൻ ഈ വചനം പറയുമ്പോൾ നീ കടന്നു പോകുന്ന ദുരന്ത മേഖലയുണ്ടല്ലോ, നിനക്ക് സ്വയം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, നിനക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ചില മേഖലകളിലൂടെ നീ യാത്ര ചെയ്യുന്നില്ലേ? അതിൽ നിന്നെ വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിനക്കെതിരെ എത്രയോ പ്രതികാര ശത്രുക്കളുണ്ട്. രാഷ്ട്രീയക്കാർ നിൻ്റെ ശത്രുവാണ്, മതങ്ങൾ നിൻ്റെ ശത്രുവാണ്, തീവ്രവാദികൾ ശത്രുവാണ്. അതുപോലെ തന്നെ വലിയ ഭീകരവാദികൾ, വർഗീയവാദികളൊക്കെ നിനക്ക് ശത്രുവായി മാറുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവം നിനക്ക് എഴുന്നേൽക്കും കേട്ടോ. നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ടു പോകണ്ട. നിന്നെ കഴിവില്ലാത്ത സ്ഥാനത്തെ കഴിവുള്ളവനാക്കിയെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റു. ഹല്ലേലൂയ. അതേ പ്രിയരെ, ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർക്ക് കർത്താവ് നൽകിയ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്ന അവരുടെ പെസഹ കുഞ്ഞാടായിരുന്നു. ഹല്ലേലൂയ. അവരുടെ പെസഹ കുഞ്ഞാടിനെ അടുത്ത് ഹല്ലേലൂയ അതിൻ്റെ രക്തമെടുത്ത് കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടി സംഹാരകൻ കടന്നു വരുമ്പോൾ രക്തം കാണുമ്പോൾ ഇസ്രായേൽ മക്കൾ താമസിക്കുന്ന ദേശം സംഹാരകൻ മാറിപ്പോകും. അങ്ങനെ സംഹാരകൻ മിസ്രൈമിലെ സകലത്തെ നശിപ്പിച്ച് ആദിജാതന്മാരുടെ കടിഞ്ഞൂലിവരെ സംഹരിച്ചു എന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഇസ്രായേൽ മക്കൾക്ക് വലിയൊരു മോചനം കൊടുത്തു. ഹല്ലേലൂയ. അത് നിന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന, നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ, ചില മന്ത്രവാദത്തിൻ്റെ ശക്തികൾ, ചില കൂടോത്ര ശക്തികളുണ്ട്. അതിൽ ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. നിൻ്റെ കുടുംബത്തെയും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളുടെ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ പാപത്തിലേക്ക് വലിച്ചടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന മദ്യലോബികളും മയക്കുമരുന്ന് ലോബികളും എന്ന് വേണ്ട സകല അശുദ്ധ അധാർമികതയുടെ നിൻ്റെ കുടുംബത്തെ തകർക്കുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ, നിൻ്റെ കുടുംബത്തെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ നീ കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയമുണ്ടല്ലോ മാതാവേ, പിതാവേ, സ്നേഹിത, അതിനുവേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇസ്രായേൽക്കുടെ ആയുധം എന്തായിരുന്നു? കുഞ്ഞാട്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം വീട്ടിൽ കട്ടളപ്പടികൾ മേലെ പുരട്ടി ഇരിക്കുന്നുവോ അവിടെ സംഹാരദൂതനകത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അതേ സമയത്ത് രക്തം പുരട്ടാതെയുള്ള വീടുകളിലുള്ള എല്ലാ കുടുംബങ്ങളും മൃഗസമ്പത്ത് തുടങ്ങിയവയെ സംഹാരദൂതൻ സംഹരിച്ചു കളഞ്ഞു. കുഞ്ഞാടിൻ്റെ രക്തം നമുക്ക് ശക്തിയേറിയതാണ്. അതുകൊണ്ട് നിനക്ക് എന്നോട് പറയാൻ കഴിയുമോ? ചേർന്ന് പറയും, യേശുവിൻ്റെ രക്തം ജയം. യേശുവിൻ്റെ രക്തം ജയമുള്ളത് കൊണ്ട്, യേശുവിൻ്റെ രക്തം ജീവനായതുകൊണ്ട് എൻ്റെ കുടുംബത്തെയും തകർക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ അതിജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് നീ പറയണം കേട്ടോ. കുഞ്ഞാടിൻ്റെ രക്തം വിലയേറിയ രക്തമാണ് കേട്ടോ. ഹല്ലേലൂയ. വീണ്ടും ദൈവവചനം വായിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ. ആയുധമെടുത്ത് പോരാടാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ, നമ്മൾ ആയുധം ധരിച്ച് പരിചയമില്ലാതെ വരുമ്പോൾ, നമുക്കെതിരെ ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ, സാത്താന ശക്തികൾ അവരായുധമെടുത്ത് പോരാടുമ്പോൾ, ഹല്ലേലൂയ, നാം ആയുധമെടുക്കാതെ പോരാടാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 10:4 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മുടെ ആയുധങ്ങൾ ജഡികമല്ല, അവ കോട്ടകളെ തകർക്കുവാൻ ശക്തിയുള്ളവ തന്നെ. അത് ദൈവകൃപയാണ്. നമ്മുടെ ആയുധങ്ങൾ ജഡികമല്ല, അത് കോട്ടകളെ തകർക്കാൻ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, കുഞ്ഞാടിൻ്റെ രക്തം, ഹല്ലേലൂയ, രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷിയുള്ള ദൈവവചനം കൊണ്ടും അവരെ തോൽപ്പിച്ചു എന്ന് വെളിപ്പാട് പുസ്തകം 12:11 വായിക്കുന്നുണ്ട്. അത് നീ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി നീ ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ഒരു ദൈവം നിൻ്റെ കുടുംബത്തെയും പാപത്തിൻ്റെ അടിമത്തെയും വിടുവിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്ന പോലെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തിൽ വീണ് കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ, സകല ജനത്തെ വിടുവിക്കണമേ. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവമേ, ഈ കാലഘട്ടത്തിൽ കാലൂരി ഞങ്ങൾക്ക് വേണ്ടി അർഹപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിച്ച ഈ ജനത്തെ വിടുവിക്കണമേ. അവിടെ എല്ലാ കഷ്ടതയിൽ നിന്നും അവർക്ക് മോചനം കൊടുക്കണം കർത്താവേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കണമേ. കർത്താവേ, എല്ലാ സാഹചര്യങ്ങളും വിടുവിച്ച് അവർക്ക് ആശ്വാസവും സമാധാനം കൊടുക്കണമേ. സകല ജനത്തെ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.